ദിവസങ്ങൾ, അതായത് ഓഗസ്റ്റ് മാസം മുതൽ 1-ാം തീയതി മുതൽ ഏകദേശം സെപ്റ്റംബർ പകുതി വരെ മാതാവിനെ സ്മരിക്കുന്ന ആഴ്ചകളാണ്. ഈ കാലഘട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് തേജസ്കരണത്തിൻ്റെ കാലഘട്ടം. മറുമലയിൽ നമ്മൾ ഓർമ്മയുണ്ടാവും. മാത്രമല്ല, അമ്മയെപ്പോലെ കർത്താവിന് വേണ്ടി കുരിശ് സഹിച്ചവർക്ക് കിട്ടിയ തേജസ്കരണത്തിന് സമയം വാങ്ങിപ്പ് പെരുന്നാൾ. ദൈവസന്നിധാനത്തിലേക്ക് എടുക്കപ്പെട്ട അമ്മയുടെ ഓർമ്മ. ഈ ഞായറാഴ്ച അവസാനത്തെ കാലഘട്ടമാണ് തുടങ്ങുന്നത്. അത് സ്ലീബാ പെരുന്നാൾ. സ്ലീബാ പെരുന്നാൾ നമുക്ക് തരുന്ന ഓർമ്മ, വലിയ ശത്രുക്കളെ നിന്നാ ഞങ്ങൾ എന്നൊക്കെ ചൊല്ലിയിട്ട് കുത്തിമുറിക്കും ശത്രുക്കളെ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ അഹങ്കാരം കൊണ്ട്, നമ്മുടെ അയൽക്കാരോടുള്ള അഹങ്കാരം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ചെയ്യുന്നവർ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്നവർ കുത്തിമുറിക്കുക അല്ല, നമ്മിലെ അഹങ്കാരത്തെ കുത്തിമുറിക്കുക. അതുപോലെ തന്നെ നാം ആരെയും പീഡിപ്പിക്കുന്നെങ്കിൽ നമ്മളോടാണ് പ്രാർത്ഥന. അതേസമയം തിരിച്ചാണെങ്കിൽ ദൈവിക ശാന്തിയും സമാധാനവും ഉണ്ടാവും. മാതാവിൻ്റെ ചിത്രം നമുക്ക് തരുന്നത് എന്താണ്? കഷ്ടപ്പാടാണ്. ആരാണ് എൻ്റെ ഇഷ്ടം ചെയ്യുന്നത്? കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ആരോ അവനാവുന്നു എൻ്റെ സഹോദരനും സഹോദരിയും എന്ന് പറയുമ്പോൾ അമ്മയെപ്പോലെ സമർപ്പിച്ച ഒരാളില്ല. അത് ഞാനും നിങ്ങളും പ്രത്യേകിച്ച് അറിയണം. ചെറിയ കഷ്ടപ്പാടൊന്നുമല്ല. നമ്മളിപ്പം പറയും അമ്മ വാത്സല്യമുള്ളതാണ്, മധ്യസ്ഥ എന്ത് പറഞ്ഞാലും ഒരു പിശക് പറ്റിയാൽ പോലും ക്ഷമിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ വാത്സല്യം നിധി സഹിച്ചതായ കഷ്ടപ്പാടുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിതാവില്ലാതെ പുത്രൻ ജനിക്കുന്നത്? വളരെ ചുരുക്കം പേരാണ് മാത്രം അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. എന്നിട്ടും പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൂതൻ പഠിപ്പിച്ചതനുസരിച്ച് വിധേയപ്പെട്ടു കൊടുത്തവളാണ് കന്യകമറിയം. അവിടുന്ന് തുടങ്ങുന്നു കഷ്ടപ്പാടുകൾ. അതിൻ്റെ നീണ്ട പരമ്പര ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല. ആ അമ്മയുടെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ ഓർക്കേണ്ടത്, അമ്മയെ പീഡിപ്പിച്ചവരെ, അമ്മയെ വേദനിപ്പിച്ചവരെ, അവർക്ക് മാത്രമല്ല ന്യായവിധി. എനിക്കും ഞാനും നിങ്ങളും അതുപോലെ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നുവെങ്കിൽ, കഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ, വേദനിപ്പിക്കുന്നുവെങ്കിൽ, വീട്ടിലായാലും സമൂഹത്തിലായാലും ഇടവകയിലായാലും പൊതു ഇടങ്ങളിലാണേലും കഷ്ടപ്പെടുത്തുന്നവർക്ക് ന്യായവിധി ഉണ്ടെന്ന് ഓർക്കുക. സീനായ് മലയിൽ വെച്ച് പിതാവാം ദൈവം ഒരു വാക്ക് മോശയോടുണ്ട്. എന്തെന്നറിയാമോ? നീ നിന്റെ സഹോദരനോട് എന്തെങ്കിലും പിഴച്ചാൽ ആദ്യം അവനോട് നിരന്നിട്ട് വരണം. എന്നിട്ട് നിന്റെ ഹൃദയം താഴ്ത്തി ഹൃദയത്തിൻ്റെ പരിച്ഛേദന കഴിച്ച് നീ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നോട് ക്ഷമിക്കും. കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അത് നമുക്ക് പഠിപ്പിച്ചെന്ന പാഠം, നമ്മൾ ചെയ്യേണ്ട പാഠം ക്ഷമിക്കുക എന്നത്. അതേസമയത്ത് പിതാവാം ദൈവം പറഞ്ഞാൽ മറ്റത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയും, യഹൂദന്മാർക്ക് പിന്നെ ഇതുവരെ സമാധാനം കിട്ടിയോ? ഇത് നിങ്ങളുടെ മനസ്സിൽ, എൻ്റെയും മനസ്സിൽ ഉണ്ടാവേണ്ടതാണ്. നമ്മൾ ഏത് തുറയിൽ നിന്നാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് നമുക്കുള്ളൊരു ന്യായവിധിയും കൂടിയാണെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ. എന്തിനു വേണ്ടിയാണ്? നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ സഹായിച്ചിരുന്നില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നില്ലായിരിക്കാം, ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ പെരുമാറിയില്ലായിരിക്കും. അതായത് നമ്മുടെയൊക്കെ അഹന്തയ്ക്കനുസരിച്ച് അതിനായിരിക്കും പലപ്പോഴും പലരെയും പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത്. അവർ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞ് വായിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ ക്ഷമിക്കും പക്ഷേ ദൈവം ക്ഷമിക്കില്ല. പിതാവാം ദൈവത്തിൻ്റെ കൽപ്പന അതാണ്. നീ നിന്റെ സഹോദരനോട് പിഴച്ചാൽ നീ ആദ്യം അവനോട് ക്ഷമ ചോദിച്ച് നിരന്ന് നിന്റെ ഹൃദയത്തെ താഴ്ത്തി എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ നിന്നോട് പൊറുക്കും. ഇതാണ് കൽപ്പന. അത് മാറ്റപ്പെടാത്തൊരു കൽപ്പനയാണെന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് അമ്മ ഇന്നില്ലാത്തത് കൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ചിന്ത നമുക്ക് നല്ലതല്ല എന്നുള്ള കാര്യം ഓർക്കണം. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ പരിമൽ തിരുമേനിയെക്കുറിച്ച് നീ വേറൊരു കാര്യം, ഈ കാലഘട്ടം അങ്ങ് ചെന്ന് അവസാനിച്ച് പുതിയ കലണ്ടർ തുടങ്ങുന്നത് ഖുദോശിത്തോയാണ്.
സഭയുടെ ശുദ്ധീകരണം തുടങ്ങുന്നത് എന്നാണ്? പരിശുദ്ധൻ്റെ ഓർമ്മ ദിവസമാണ് ഈ വർഷം, കൂതോശിത്വ ഞായറാഴ്ച. സഭയുടെ ശുദ്ധീകരണം നമുക്ക് മാതൃകയായി നിൽക്കുന്ന പരിശുദ്ധനാണ്. ഇവരെയൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്തിനാ? അവരുടെ പാതയെ പഠിക്കുന്നതിനും അനുകരിക്കുന്നതിനും വേണ്ടിയാണ്. അപ്പം അമ്മ ചെയ്ത പാഠങ്ങൾ എന്തൊക്കെയാ? ഒന്ന് ഞാൻ പറയാം, വളരെ കമ്പി വേഗത്തിൽ ഞാൻ പറഞ്ഞോളാം. ഒന്ന്, പിതാവാം ദൈവത്തിൻ്റെ കൽപ്പനയെ ശിരസാ വഹിച്ചവളാണ്. കേൾക്കുക മാത്രമല്ല, നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, പറഞ്ഞാൽ കേൾക്കുന്നവരെ കണ്ടാൽ കുളിക്കണമെന്ന്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കും ഇത് എന്തൊട്ട് പഴഞ്ചൊല്ലാ ദൈവമേന്ന്. പറഞ്ഞാൽ കേൾക്കുന്നതിനെ കണ്ടാൽ കുളിക്കാന്ന് പറയും, എന്തൊരു നാണം കേടാന്ന് പറയും. പക്ഷെ അത് പ്രാക്കന്മാർ പറയുന്നതിന് കാരണമുണ്ട്. എന്തറിയാമോ? ചിലർ പറഞ്ഞാൽ കേൾക്കത്തേ ഉള്ളൂ. ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ ഇറക്കി വിടും. ഹൗവ ഈ ചെവി കൂടെ കേട്ടു, ഈ ചെവി കൂടെ ഇറക്കി വിട്ടു. പിതാവാം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറൊരു വന്നു കയറുന്നപ്പോൾ അവൻ്റെ വാക്ക് കേട്ടു. അതോടുകൂടി അവിടെ അലക്ഷണ്ടയും ഉണ്ടായി. ദൈവത്തെ ഇറക്കി വിട്ടു. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന, ദൈവത്തെ ഇറക്കി വിടുന്ന സംഭവങ്ങൾ നമുക്കുണ്ടാകാതിരിക്കാൻ പ്രത്യേകിച്ച് ഓർക്കണം. മാതാവ് അങ്ങനെയല്ല, കേൾക്കാവുന്നതിലേറ്റവും, പ്രത്യേകിച്ച് വിശദീകരിച്ച് പറഞ്ഞ് നിങ്ങൾ പോയി പഠിച്ചാൽ മതി. കേൾക്കാവുന്നതിൽ ഏറ്റവും അധികം പീഡയും സങ്കടവും ദുഃഖവും സഹിച്ചിട്ടും കുരിശിൻ്റെ ചുവട്ടിലോളം ആ വാക്ക് തെറ്റാതെ കാത്തു പരിപാലിച്ചവളാണ് പരിശുദ്ധ അമ്മ. ആർക്കും മനസ്സിലാകാത്തതായ ദിവ്യ രഹസ്യം പേറിയായ ആ മഹൽ സ്ത്രീയെ നാം ഓർക്കുന്നത് അമ്മയെപ്പോലെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനം കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. കാലാവിലെ കല്യാണത്തിൽ അമ്മ പറഞ്ഞു, വളരെ മൃദുവായിട്ട് എന്നോട് നിങ്ങളോടും പറയുന്നൊരു കാര്യമുണ്ട്. വേലക്കാരോട് പറയുന്നു, അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞ് ചെയ്തേക്കണം കേട്ടോ. എന്നോട് നിങ്ങളോട് ഇപ്പം പറയുന്ന കാര്യം അതാ. കർത്താവ് എല്ലാം പറഞ്ഞാൽ അത് ചെയ്തേക്കണം. വെറുതെ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും കാര്യമില്ല, പറയുന്നത് കൂടെ ചെയ്യാനായിട്ട് ഞാനും നിങ്ങളും. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക ഉപവസിക്കുകയും ചെയ്യേണ്ടെന്ന് തിരുമേനി പറഞ്ഞെന്ന് എവിടെയും പോയി പറയണ്ട. പ്രവർത്തിക്കണം, ഉപവസിക്കണം. അത് അടിവരയിടുന്ന ആളാണ് ഞാൻ. ആ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തണം. ഒന്നാം ഹോവ ചെയ്തത് എന്താ? അതിന് കിട്ടിയ മറുപടി ഉണ്ട്. എന്ന് പറഞ്ഞ പിതാവാം ദൈവം പറയുന്നുണ്ട്. ഉൽപ്പത്തി 3:15 പറയുന്നു, സർപ്പത്തിൻ്റെ സന്തതി, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. അന്ന് പിതാവാം ദൈവം അത് പറഞ്ഞതേ ഉള്ളൂ. അതിന് വേണ്ടവനെ അയച്ച, അതിന് പാലമായ അമ്മയെയാണ് നമ്മൾ സ്മരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. മാത്രമല്ല, രണ്ടാമത് വേറൊരു കാര്യം, 3:17 വേറൊരു കാര്യം പറയുന്നുണ്ട്. നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആദാമിൻ്റെ ശാപം, കിട്ടിയ ശാപം മാറ്റിയത് പുത്രൻ തമ്പുരാനാണ്. ആ പുത്രൻ തമ്പുരാനെ നമുക്കായി നൽകിയ മഹതിയാണ് നമ്മൾ ഓർക്കുന്നത്. നാം സമൂഹത്തിന് നന്മ ചെയ്യുവാൻ തക്കവണ്ണം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്. രണ്ടാമതായിട്ട് കുടുംബം അറിയേണ്ട ഒരു കാര്യമുണ്ട്. കുടുംബവും വീടും ഒക്കെ അറിയേണ്ട ഒരു കാര്യമുണ്ട്. 12-ാം വയസ്സിൽ അമ്മയും അതുപോലെ വളർത്തുപിതാവായ ഔസേപ്പും യെരുസലേമിലേക്ക് ശിശുവായ കർത്താവിനെയും കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞില്ല. തിരിച്ചു ചെന്നപ്പോൾ വേദപണ്ഡിതന്മാരുടെ ഇടയിൽ തർക്കിക്കുന്നവനെയാണ് കണ്ടത്. ഞാനും നിങ്ങളും എന്ത് ചെയ്തതിന്? നീ ഇരിക്കുന്ന അമ്മമാരൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ മക്കളാ അങ്ങനെ ചെയ്യുന്ന കണ്ടാൽ എന്ത് ചെയ്യും? ഇപ്പോഴത്തെ കാലത്താണ് നല്ലൊരു വാട്സപ്പൊക്കെ എടുത്ത് അങ്ങ് കൂടുതൽ എല്ലാവർക്കും അയച്ചു കൊടുത്ത് എന്തൊരു അത് ഫോളോ ചെയ്യാൻ എത്ര പേരെയാണ് കിട്ടുന്നത്? എന്തൊരു അഭിമാനമായിരിക്കും. പക്ഷേ ഈ അമ്മ അതല്ല ചെയ്തത്. അത് കുടുംബങ്ങൾക്ക് മാത്രം. ഇത് കർത്താവിൻ്റെ ക്ഷമിക്കാൻ പലതും നമ്മൾ പഠിക്കാൻ കൂടിയാണ്. കർത്താവിൻ്റെ അവതാരം 33 വർഷം. അവിടെ ചെന്നിട്ട് പറയുന്നു, നിൻ്റെ അപ്പനും ഞാനും എത്രമാത്രം ദുഃഖിച്ചു എന്നറിയാമോ? നിങ്ങളാണെങ്കിൽ എന്തു പറയും? പുരുഷന്മാരെന്ത് പറയും? ഞാനും നിൻ്റെ അമ്മയും. സ്ത്രീകളോ? ഞാനും നിൻ്റെ അപ്പനും. പക്ഷേ ഇവിടെ മുൻ പ്രാധാന്യം കൊടുക്കുന്നവർക്കാ ആ അപ്പന്. അത് പുരുഷനാണെങ്കിൽ ചെയ്യേണ്ടത് അമ്മയ്ക്ക്. അത് കൊടുത്ത് പഠിക്കണം. അതില്ലാത്ത ഇന്നത്തെ കുടുംബങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് രണ്ടാമത്തെ പാഠമാണ് ഞാനും നിങ്ങളും അറിയേണ്ടത്. മാത്രമല്ല, കുടുംബത്തിലെ പാഠം കർത്താവ് ചെയ്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് മോനെ പോരും കേട്ടോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക. വീട്ടിൽ പോയി അടങ്ങിപ്പാർത്തു എന്നാണ് പാഠം. അവിടെ അപ്പൻ്റെ ജോലിയിൽ മുഴുകി കഴിയായിരുന്നു. മക്കൾ അറിയേണ്ട കാര്യം, ഇവിടെ ഇപ്പോൾ എന്നെ കാക്കുന്ന കുഞ്ഞുങ്ങളാരും എല്ലാവരും സ്കൂളിൽ പോകേണ്ട ആരും വന്നിട്ടില്ലല്ലോ. ആ കുഞ്ഞുങ്ങൾ അറിയേണ്ടത് ഇന്നത്തെ അടങ്ങിപ്പാർക്കൽ എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളോട് ചോദിക്കണം. അതെങ്ങനെയാണ്? അപ്പനും അമ്മമാർക്കും അനുസരണമില്ലാത്തവൻ പിന്നെ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അനുസരണം ഉണ്ടാകുന്നത്? അത് നമ്മൾ ഓർക്കും. പാഠം രണ്ടാമത്തേത് അതാണ്. മൂന്നാമത്തെ കാലാവിലെ കല്യാണമാണ്. യോഹന്നാൻ പറയുന്നു, അടയാളങ്ങളുടെ ആരംഭമായി
അത് ചെയ്തു എന്നാണ് പറഞ്ഞത്. ആ അടയാളങ്ങളുടെ ആരംഭമായ കാനാവിൽ ചെല്ലിയ കല്യാണം. അവിടെ ചെന്ന് ഒന്ന് അറിയേണ്ടത് അവരുടെ കഷ്ടപ്പാട്, ആ കുടുംബക്കാരുടെ വേദന, അവരുടെ ഇല്ലായ്മ മനസ്സിലാക്കി. നമ്മിൽ പലരും എന്തായിരിക്കും ചെയ്യുക? അവിടോട്ട് അടുത്ത ആരെങ്കിലും അടുപ്പുണ്ടെങ്കിൽ വിളിച്ചു കൂട്ടി അടുപ്പ് കൂട്ടി ചേർന്ന് നടത്തും. എന്നിട്ട് പറയും, എടാ ഇപ്പം കാണാം ഇവർ വലിയ ആഘോഷമായി നടത്തായിരുന്ന സദ്യ നാറാൻ പോകുന്നു. യോശുവാച്ചൻ്റെ പുസ്തകത്തിലാണ് തോന്നുന്നത്, അതിനകത്ത് പറയുന്നുണ്ട് 700 ലിറ്റർ വീഞ്ഞ ആ ഒരാഴ്ചത്തെ പരിപാടിക്കായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി. അതോ മറ്റേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബാബു പോളാണോ അത് പറഞ്ഞത്? 700 ലിറ്റർ എന്നൊരു കണക്കവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം വലിയ സംഭവമാണ് അവിടെ നടന്നത്. ഒരാഴ്ചത്തെ ഭയങ്കരം പരിപാടിയായിരുന്നു അവിടെ. അമ്മ അതിൽ കണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, നേരെ ചെന്നു സ്ഥാനത്ത് വരുന്ന അഭ്യർത്ഥന പറഞ്ഞു, ദേ ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ, വേണ്ടത് ചെയ്യണം. അത് പറഞ്ഞു കാണുമല്ലോ വേദത്തിലെങ്കിലും. അത് ചെയ്തേച്ച് പോരുന്ന വഴിക്കാണ് വേലക്കാരോട് പറഞ്ഞ്, അവൻ നിങ്ങളോട് വല്ലതും പറഞ്ഞാൽ ചെയ്തേക്കണം. അത് വിശ്വാസം, പറഞ്ഞത് നടക്കുമെന്നുള്ള വിശ്വാസം, പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് വിശ്വാസമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്. അത് ആത്മാർത്ഥമായിരിക്കണം, ഹൃദയശുദ്ധിയോട് വേണം പ്രാർത്ഥിക്കാൻ. അമ്മ പ്രാർത്ഥിച്ചു, പറഞ്ഞു, മടങ്ങിപ്പോയി സംഭവിക്കുന്ന വിശ്വാസത്തോടെ. അതിന് കഴിഞ്ഞിട്ട് പിന്നെ പരിശുശ്രൂഷയിൽ ആ അമ്മയെ നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. നമ്മളൊക്കെയാണ് എന്തൊരു ഗമയായിരിക്കും എടുക്കുന്നറിയാമോ? നാലാമത് നമ്മളെയൊക്കെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാണാൻ വന്നവരോട് കർത്താവ് പറഞ്ഞ വാക്കാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ അപ്പനാര്, എൻ്റെ അമ്മയാര്, എൻ്റെ സഹോദരങ്ങളാര് എന്ന് കർത്താവ് ചോദിച്ചു. കന്യമറിയാം മുട്ടത്തോട് പോലെയാണ്, ഉപ്പിട്ട വട്ടി പോലെയാണ്. അതിനകത്ത് തന്നെ പ്രാധാന്യം കർത്താവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതല്ല സംഭവം, ചരിത്രം പഠിക്കണം. 2-3-4 പേർക്കാണ് സത്യം അറിയാം. ചാർച്ചക്കാർ പോലും കർത്താവിനെ അംഗീകരിച്ചില്ല. നമ്മുടെ തുബദിനെ ചൊല്ലുന്നുണ്ട്, ഭഗവാനും യെരൂശലേമിലെ ഒന്നാമത്തെ പാത്രികീസുമായ യാക്കൂബ്, നമ്മൾ ഭയങ്കരമായ ചൊല്ലുന്ന മധ്യസ്ഥ പറയുന്ന ആളാണ്. അദ്ദേഹവും ഈ ചാർച്ചക്കാരുടെ കൂട്ടി പിടിച്ചുകൊണ്ട് പോകാനുണ്ടായിരുന്നു. ഭ്രാന്തനാന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് പോകാൻ വന്നതിൽ പെട്ടതാ. അതിന് പാവത്തെയും കൂടെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നതാ ആ വേദനിക്കുന്ന ഹൃദയത്തെ. അവിടെയാണ് കർത്താവ്. ആരാണ് എൻ്റെ അപ്പനും അമ്മയും? കർത്താവിൻ്റെ വാക്കനുസരിക്കുന്നവർ. കർത്താവിൻ്റെ വാക്കനുസരിച്ച് ഒരേ ഒരാൾ അമ്മ മാത്രമാണ്, ഏറ്റവും കൂടുതൽ. വേറെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം ആ സ്ഥാനത്തിന് അർഹരാണെന്നുള്ള കാര്യം ഓർക്കുക. അവസാനമായി ഒരു കാര്യം, ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന അമ്മ നമുക്ക് ഒരു വലിയ അടയാളം തരുന്നുണ്ട്. കരഞ്ഞ് സങ്കടം തീർന്നു നിൽക്കുമ്പോൾ അമ്മ നമുക്ക് മധ്യസ്ഥയായി നിൽക്കുന്നു. ആ അമ്മയുടെ മധ്യസ്ഥത നമുക്കെന്നും കൂട്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മേൽ ഇവരെ അനുഗ്രഹിക്കട്ടെ.